PV അൻവർ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നവരാണ്. ഞങ്ങൾ സമരമുഖം തീർത്തവരാണ്. ഇവിടുത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയവരാണ്. അതൊക്കെ അൻവർ ഈ വിഷയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മുമ്പാണ്. കാരണം ഞങ്ങൾ അന്ന് പറഞ്ഞു, കേരളത്തിൽ ക്രിമിനൽ കേസുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നു മലപ്പുറം ജില്ലയിൽ. കേരളത്തിൽ ഒരു ക്രിമിനൽ ഹബ്ബാക്കി ഈ ജില്ലയെ മാറ്റാൻ, ഇന്ത്യയിൽ തന്നെ ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ളൊരു വലിയ പരിശ്രമം നടക്കുന്നു എന്ന് വലിയ ആരോപണം ഞങ്ങൾ ഉയർത്തി. അന്നത്തെ പോലീസ് മേധാവിയെ മാറ്റി സർക്കാർ ഞങ്ങളുടെ സമരമുഖം തുറന്നു. അതോടൊപ്പം തന്നെയാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ആ പ്രസ്താവനയെ നിങ്ങൾക്കൊക്കെ അറിയാം, ഹിന്ദു ദിനപത്രത്തോട് നടത്തിയത്. മലപ്പുറം ജില്ലയിലേക്ക് വരുന്ന സ്വർണവും അതുപോലെ തന്നെ ഹവാല പണവും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നീക്കിവെക്കുന്നത് എന്ന് വലിയ പ്രതിഷേധങ്ങൾ അതിനെതിരിലുണ്ടായി. ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ജില്ലയെക്കുറിച്ച് ഇന്നേ വരെ എല്ലാവരും പറഞ്ഞത് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ജില്ലയാണിത്. അതിനപ്പുറം കേരളത്തിലെ ഏറ്റവും നമുക്കെപ്പോഴും പറയാവുന്ന കേരളത്തിലെ ഭാഷാപിതാവ് തൊട്ട് സാഹിത്യ നായകന്മാരൊക്കെ പിറന്ന മണ്ണാണിത്. ഒരുപാട് സാഹിത്യ നായകന്മാരുടെ മണ്ണ്, ഒരുപാട് എഴുത്തുകാരുടെ മണ്ണ്, മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മണ്ണ്, സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന ഒരിടം. ഇവിടെ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ശ്രമിച്ചത് എയർപോർട്ടുകളും ഒക്കെ കൊണ്ടുവന്ന് ഗൾഫ് മലയാളികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കാനാണ്. നിങ്ങൾക്കറിയാം, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഞാൻ പറയട്ടെ, നെടുമ്പാശ്ശേരി വിമാനത്താവളം ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ നെഞ്ചിലിറക്കണം എന്നാണ് CPM നിലപാട്. അത് കഴിഞ്ഞ് കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവരാനും ഞങ്ങൾ തന്നെ പരിശ്രമിച്ചു. മലപ്പുറം ഉണ്ടാക്കാനേ പാടില്ല. ഞാൻ പറയട്ടെ, കണ്ണൂർ എയർപോർട്ട്. അത് കഴിഞ്ഞ് കോഴിക്കോട് വിമാനത്താവളം, അന്ന് നിങ്ങൾക്കറിയാം കരുണാകരനും അഹമ്മദ് സാഹിബിൻ്റെയും വലിയ പരിശ്രമം, അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾ വിമാനത്താവളങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളവർക്ക്, യാത്രക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അവർ ഈ രാജ്യദ്രോഹികളാണെന്നും അവർ ഈ നാടിനകത്ത് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 2016 ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടത് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടാണോ? കാരണം ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ കേസുകളുടെ എണ്ണം കൂടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്താണല്ലോ. ആണ് 2013, 2014 തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്കറിയാം. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയിൽ തോറ്റ ആളാണല്ലോ ഞാൻ. അതെ അതെ, ഞാൻ ചോദിച്ചത്. ഞാൻ അന്നത്തെ ഒരു രക്തസാക്ഷിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസത്തിന്റെ വഴിയിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണത്. കാരണം എവിടെയൊക്കെ കോർപ്പറേറ്റ് മുതലാളിമാരുണ്ടോ, എവിടെയൊക്കെ പണക്കാരുണ്ടോ, അവരെയൊക്കെ തേടിപ്പോയി അവരുടെ പണം കൊണ്ട് വോട്ട് വാങ്ങി കേരളത്തിൽ ജയിക്കാമെന്ന് പറയുന്ന ആദ്യത്തെ പരീക്ഷണം നടത്തി കമ്മ്യൂണിസത്തിന്റെ ചരമഗീതം കുറിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ്.